ദൈവത്തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഞങ്ങളെ ദിനംതോറും നിൻ്റെ വചനത്തിൻ്റെ മുമ്പിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ കൂടി വരുന്ന മുഴുവൻ പേരും അഭിഷേകം പ്രാപിക്കണം. അതിന് തക്കവണ്ണം കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായി യോഗ്യരാക്കണം. ഞങ്ങൾക്ക് വേണ്ടതായ സമൃദ്ധിയായ ആഹാരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുക. അതിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവേ, നീ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിൻ്റെ സന്നിധി ഞങ്ങൾ വന്നിരിക്കുക. ഇന്നലെ നമ്മൾ പഠിച്ചത് പിശാച് എന്താണ് കൊണ്ടുവരുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്ന പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ എന്ത് ചെയ്യുന്നു? ഒന്ന്, നമ്മളിന്നലെ പഠിച്ചു നിഗളം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് കൃപ നൽകും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇതാണ് നമ്മളിന്നലെ ഒന്നാമതായി പഠിച്ച യാക്കോബ് ൻ്റെ ലേഖനം 4-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിലൂടെ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം അതാണ്. വീണ്ടും രണ്ടാമത്തെ മേഖല നമ്മൾ തിരിച്ചറിയേണ്ടത് കോപം മുഖാന്തരം സാത്താൻ നമ്മളെ ഭരിക്കുന്നു. കോപിപ്പിൻ, നിങ്ങൾ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25-26 വാക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25-26 വാക്യം ഇന്നലെ നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ മേഖല ടെംപ്റ്റേഷണൽ, ഈ പ്രലോഭനം. 1 ജോൺ 2:16. 1 ജോൺ 2:16. ഇന്ന് ലോകത്ത് മനുഷ്യരെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ പ്രലോഭനം. ആദമിനെയും സ്വാധീനിച്ചത് ഹവ്വായെ സ്വാധീനിച്ചതും ഈ ടെംപ്റ്റേഷനാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ഇതേ ടെംപ്റ്റേഷനും കൊണ്ട് സാത്താൻ ചെന്നു. പക്ഷേ സാത്താന് യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല. അപ്പോൾ 1 ജോൺ 2:16 നമുക്ക് ചിന്തിക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയാണ് പിശാച്. ഇങ്ങനെ ഉള്ളതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ 3 കാര്യങ്ങളാൽ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നതാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം അല്ലെങ്കിൽ പ്രലോഭനം. ഈ 3 മേഖലയിലാണ് പിശാച് എപ്പോഴും പ്രലോഭനമായി നമ്മുടെ അരികെ വരുന്നത്. നമുക്കറിയാം, ആദമിനെ പ്രലോഭനം കൊടുത്തതും ഇത് തന്നെയാണ്. 3 കാര്യമാണ്. ജഡമോഹം, തിന്നുവാൻ നല്ലത്. കൺമോഹം, കാണാൻ ഭംഗിയുള്ളത്. ജീവനത്തിൻ്റെ പ്രതാപം, നീ ദൈവത്തെ പോലെ ആകും. ഈ 3 കാര്യങ്ങളാണ് ആദമിൻ്റെ അടുക്കൽ ഇതേ ടെംപ്റ്റേഷൻ, ഇതേ പ്രലോഭനം കൊണ്ട് ചെന്നാണ് ആദമിനെ ഹവ്വായെയും സാത്താൻ കീഴടക്കി. വീണ്ടും നമ്മൾ കാണുന്നത് അതേ സാത്താൻ തന്നെ യേശുവിനെയും പരീക്ഷിച്ചു. ആദ്യം ചെന്നിട്ട് പറഞ്ഞു, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അപ്പോൾ ജഡമോഹം. പക്ഷേ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. അപ്പോൾ യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ എടുത്ത ഒന്നാമത്തെ വഴി ജഡമോഹമാണ്. എങ്ങനെ ഹവ്വായെ വഞ്ചിച്ചുവോ, ആദമിനെ വഞ്ചിച്ചുവോ, അതേ രീതി തന്നെ ഫോളോ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിനെയും. എന്നാൽ യേശുവിനെ അങ്ങനെ കീഴടക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ആദമിനെ കീഴടക്കാൻ കഴിഞ്ഞു, യേശുവിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും നമുക്കവിടെ അപ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ്, എന്താണ് ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഇപ്പോൾ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ജനിപ്പിക്കാൻ കഴിയുമെന്ന് വചനമുണ്ട്. ആ വചനത്തെ വെച്ചുകൊണ്ടാണ് യേശുവിനോട് പറഞ്ഞത്,
ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ എങ്കിൽ ആ പ്രലോഭനം, കാരണം എന്താണ് ആ പ്രലോഭനം പറയാൻ കാരണം? യേശുവിന് വിശന്നു. 40 ദിവസം ഉപവസിച്ചു. തത്സമയം യേശുവിന് വിശന്നു. യേശുവിനെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് പോയതാരാണ്? ആത്മാവാണ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പിശാച് പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പിശാചല്ല, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് പിശാച് പരീക്ഷിക്കാൻ കൊണ്ടുപോയി എന്നാണ്. പക്ഷെ കൊണ്ടുപോയത് പിശാചല്ല. അവിടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, പലപ്പോഴുമുള്ള ആളുകളുടെ ചിന്ത പിശാചാണ് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ്. എന്നാൽ ആത്മാവാണ് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഈ പരീക്ഷയ്ക്ക് യോഗ്യമാക്കുന്നത്, വിധേയപ്പെടുത്തുന്നത്. ദൈവനാമം മാത്രം എടുക്കട്ടെ. അങ്ങനെ പരീക്ഷകൻ, അവിടെ നമുക്കറിയാം 40 രാവും പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അടുത്ത കാര്യം കാണാൻ കഴിയുന്നതാണ്, അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. അവന് വിശന്ന സെക്കൻഡിൽ അവൻ അടുത്ത് വന്നു. എന്താ പറഞ്ഞത്? അവിടെ കാണാൻ കഴിയുന്നത്, അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഉണ്ടോ? വിശന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യേശുവിന് ഒരു പ്രലോഭനം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് യേശുവിന് തോന്നാം, ഞാനിപ്പോൾ ഈ കല്ലുകൊണ്ട് അപ്പത്തെ ഉണ്ടാക്കിയ എനിക്കും ഭക്ഷിക്കാം, അവരുടെ മുമ്പിൽ ഞാൻ ഒരു വലിയ ആളാണെന്ന് തെളിയും. അങ്ങനത്തെ ഒരു പ്രവൃത്തി യേശു ചെയ്യുമെന്നാണ് പിശാച് ഉദ്ദേശിച്ചത്. പക്ഷേ യേശുവിൻ്റെ മനസ്സ് പിശാചിനെ എങ്ങനെ അറിയാൻ കഴിയും? ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അവിടെ വളരെ വ്യക്തമായി അവിടെ യേശു അതിന് മറുപടി പറയുന്നുണ്ട്. ഈ കലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു. ഉടനെ യേശുവിൻ്റെ മറുപടി വ്യക്തമാണ്. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വീണ്ടും രണ്ടാമത്തെ പരീക്ഷ നമുക്ക് കാണാൻ കഴിയും. ഇത് പഴയ നിയമത്തിലെ കോട്ടിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാൻ അതിലേക്ക് പോകുന്നില്ല. വീണ്ടും രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത്, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. നീ ദൈവപുത്രനാണെങ്കിൽ നീ താഴോട്ട് ചാടുക, അഗ്രത്തിന്മേൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. എന്നാൽ തത്സമയം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അവിടെ യേശു എന്താണ് അവിടെ മറുപടി പറഞ്ഞത്? ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് മാത്രമല്ല പറഞ്ഞത്, ഒരു ദൈവവചനം കൂടി പറഞ്ഞു കൂടെ. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ കൊണ്ട് നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഉണ്ടോ? നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവനെ കരുതിക്കൊള്ളുമെന്ന് 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പിശാച് യേശുവിനെ. അതിന് യേശു എന്ത് മറുപടി പറഞ്ഞു നമുക്ക് നോക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉണ്ടോ? കർത്താവിനെ പരീക്ഷിക്കാൻ പാടില്ല എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവ തിരുനാമം മാത്രം മഹത്വമെടുക്കട്ടെ. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്, വീണ്ടും അപ്പോൾ അവിടെ ജഡമോഹം,
ജീവനത്തിൻ്റെ പ്രതാപമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. എന്നാൽ അടുത്തത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അടുത്തത് പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. അപ്പോൾ ലോകം മുഴുവൻ പിശാചിനെ ഒരു സെക്കൻഡ് കൊണ്ട് യേശുവിനെ കാണിക്കാൻ കഴിഞ്ഞു. അതാണ് പിശാചിൻ്റെ ഒരു പ്രത്യേകത. യേശുവിനത് കാണാനും കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? അവിടെ കാണാൻ കഴിയുന്നത് യേശു അവനോട് ഏറ്റവും ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചുകൊണ്ട് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. നമ്മൾ തിരിച്ചറിയേണ്ട യേശുവിനോട് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ്? നീ എന്നെ വീണ് നമസ്കരിക്കണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം ആരാ പറഞ്ഞ്? ഇപ്പം ലോകം പിശാചിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ എന്നെ വീണ് നമസ്കരിക്കുക. ലോകത്തിൻ്റെ അധിപതി ഇപ്പം ആരാണ്? പിശാചാണ്. അതുകൊണ്ട് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെയും നിനക്ക് വിട്ടുതരാം. അതാണ് സാത്താൻ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് ഈ പിശാചിൻ്റെ വാക്ക് കേട്ട് ലോകത്തിലുള്ള മനുഷ്യരൊക്കെയും കാണുന്നിടത്തൊക്കെ വീണ് നമസ്കരിക്കുക. കാണുന്നിടമെല്ലാം അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരവസ്ഥ കാണാനായിട്ട് കഴിയും. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായി അതിന് മറുപടി പറഞ്ഞു. എന്താണ്? ഇത് കൺമോഹമാണ്, കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് പറഞ്ഞു എന്നെ വീണ് നമസ്കരിക്കുക. ഉടനെ അവിടെ എന്താണ് യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. 3 പരീക്ഷയിലും യേശു ജയിച്ചു, ജയം പ്രാപിച്ചു. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട പിശാച് അപ്പോൾ പിശാച് ചോദിച്ച ചോദ്യങ്ങളെല്ലാം, യേശുവിനെ കൊടുക്കാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാനത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ 3 മേഖലകളിലാണ് യേശുവിനെ പിശാച് പരീക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്. അവിടെയെല്ലാം ആര് ജയം പ്രാപിച്ചു? യേശു ജയം പ്രാപിച്ചു. ഇതിന് നമുക്ക് കഴിയണം. ദൈവത്തിരുനാമം മാത്രം മഹത്വം എടുക്കേണ്ടത്. അപ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ 3 മേഖലയും യഥാർത്ഥത്തിൽ സാത്താൻ കടക്കാനുള്ള വാതിലുകളാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. വീണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്ന, പ്രലോഭനം കൊണ്ടുവരുന്ന മേഖലകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചു വന്നത്. ഇനി വീണ്ടും ഒരു പിശാച് ഒരു വ്യക്തിയിലേക്ക് കടക്കുന്നത് ഇന്ദ്രിയാവയവങ്ങളിലൂടെയാണ്. ആദ്യം പറഞ്ഞു ഈ 3 പ്രലോഭനം കൊണ്ടുവരും. ആ പ്രലോഭനങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ അതിലൂടെ സാത്താൻ അവനിൽ കടക്കും. പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിൽ അകപ്പെട്ടാൽ എപ്പോഴും 3 മേഖലയിലായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അങ്ങനെ പിശാച് പരീക്ഷിക്കുന്ന വഴികളെ വ്യക്തമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ 3 മേഖലകളെ നമ്മളെ സുഖിപ്പിക്കുന്ന വാക്കുകളും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുമ്പോൾ നമ്മളതിൽ വീണു പോകരുതേ. അത് പിശാചിൻ്റെ പരിപാടിയാണെന്ന് വിവേചിച്ചറിഞ്ഞോളണം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ 3 പ്രലോഭനം വരുത്തുന്ന കാര്യങ്ങളുമായി നമ്മുടെ അരികെ ആരെങ്കിലും കടന്നു വന്നുവോ നമ്മൾ തിരിച്ചറിയുക, അവനിലൂടെ പിശാച് നമ്മളെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അതിൽ നമ്മൾ വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വീണ്ടും നമ്മൾ അടുത്ത മേഖലയാണ് പിശാച് കടന്നു വരുന്ന വഴികൾ എന്ന് പറയുന്നത്. പിശാച് കടന്നു വരുന്ന വഴി നമ്മൾ തിരിച്ചറിയേണ്ടത്
ഏതാണ് പിശാച് കടന്നു വരുന്ന വഴി? വളരെ വ്യക്തമായി ഓരോ ഇന്ദ്രിയ അവയവങ്ങളിലൂടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പിശാച് ഒരു മനുഷ്യനിലേക്ക് കടക്കുന്നത്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അങ്ങനെ ഒരു വാക്യം ഇന്നലെ വായിച്ചു, സദൃശവാക്യം 25-ാം അധ്യായം 28-ാം വാക്യം. ഇത് ഇന്നലെ വായിച്ചതാണ്. മറ്റു കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു, അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അതിനിടയ്ക്ക് കയറി ഇത് വായിച്ചതാണ്. സദൃശവാക്യം 25-ാം അധ്യായം 28-ാം വാക്യം. ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും. കേട്ടോ, ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ. ഇന്നലെ പറഞ്ഞു, ശക്തമായി പറഞ്ഞ മേഖല. നേരത്തെ പറഞ്ഞ കാര്യം ഇന്നലെ പറഞ്ഞില്ല, ഈ പഠനവുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആത്മസംയമനമില്ലെങ്കിൽ നമ്മളിൽ സാത്താൻ കയറി നിരങ്ങുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ആത്മസംയമനം നമുക്ക് വേണം. സംയമനമില്ലായ്മയാണ് സാത്താൻ നമ്മളിലേക്ക് കടന്നു വരാൻ. ആത്മസംയമനം ഉണ്ട് എങ്കിൽ കടന്നു വരില്ല. ആത്മസംയമനം ഇല്ലാതെ വരുമ്പോൾ സാത്താൻ നമ്മളെ ആക്രമിച്ച് അവൻ്റെ ആധിപത്യം നമ്മളിൽ കടന്നുകൂടി നമ്മളെ തകർത്ത് കളയും. വളരെ ശക്തമായി പരിശോധിക്കുന്ന മതിലില്ലാത്ത, കണ്ടോ, അതിന് വേലിയില്ല. പിന്നെ ഏത് നിമിഷവും അവനിലേക്ക് സാത്താൻ കടന്ന് അവനെ തകർത്തുകൊണ്ടേയിരിക്കും. വേലിയില്ലാത്ത ഒരു ആലയമായി മാറുകയാണ്. വേലിക്കെട്ടില്ല. ദൈവമക്കൾക്ക് ചുറ്റുമോ എന്നിട്ട് വേലിക്കെട്ടുണ്ട്. എന്താണ് തെളിവ്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലയിച്ചു പോയതിന്മേൽ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. യഹോവ ഭക്തന്മാരുടെ ചുറ്റും യഹോവയുടെ ദൂതന്മാർ പാളയം ഇറങ്ങി വിടുവിക്കുന്നുണ്ട്. യഹോവ ഭക്തന്മാരുടെ ചുറ്റും ആരുണ്ട്? യഹോവയുടെ ദൂതന്മാർ പാളയം ഇറങ്ങി വിടുവിക്കുന്നു. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയും. നമുക്കറിയാം, ഏലിയാവിൻ്റെ ചുറ്റിലും ആരുണ്ടായിരുന്നു? ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു. അവണ്ണം എൻ്റെയും നിങ്ങളുടെയും ചുറ്റിലും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ആത്മസംയമനമില്ലെങ്കിൽ നമ്മുടെ കൂടെ ആരില്ല? ദൈവമില്ല. അവനെ നയിക്കുന്നത് പിശാചാണ്. അവനെ തകർക്കുകയാണ് ഓരോ ദിവസം പ്രതി പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ മതിലില്ലാതെ കിടക്കുന്ന ഒരു പട്ടണം പോലെയാണ് ആ വ്യക്തി. ഏതെന്ന് സമയവും അവന് പ്രലോഭനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പ്രകോപനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം സാത്താൻ അവന് കീഴടങ്ങിയിരിക്കുക. അവനെ ഭരിക്കുന്നത് സാത്താനാണ്. അവന് വേലിക്കെട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഏദൻ തോട്ടം പണിതപ്പോൾ ഏദൻ തോട്ടത്തിലേക്ക് ആക്കിയപ്പോൾ പറഞ്ഞു, അതിന് ചുറ്റും നീ കാവൽക്കാരെ നിർത്തണം. എന്താണ് പറഞ്ഞത്? അവിടെ സാത്താൻ കടക്കാതെ വണ്ണം വേലി കെട്ടി സൂക്ഷിക്കുക. ഇവിടെ വേലി പൊളിച്ചിട്ടേക്ക്. എന്താണ് കാരണം? അവനെ ഭരിക്കുന്നത് ദൈവമല്ല, സാത്താൻ. ദൈവമാണ് അവനെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഒരിക്കലും അവനിലേക്ക് ആർക്ക് കടന്നു വരാൻ കഴിയില്ല? സാത്താന് കടന്നു വരാൻ കഴിയില്ല. ആത്മസംയമനമില്ലാത്ത ഏതൊരു വ്യക്തിയും പിശാചിൻ്റെ ആലയങ്ങൾ അവനെ ദിനംതോറും തകർത്ത് തരിപ്പണമാക്കി താളടിയാക്കിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? വളരെ സിമ്പിളാണ് അവൻ്റെ അകത്തേക്ക് പിശാചിന് കിടക്കുക എന്നുള്ളത്. കാരണം എല്ലാ വശവും തുറന്നു കിടക്കുന്ന മതിലില്ലാത്ത ഒരു പട്ടണം പോലെയായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെങ്കിലും കോപം, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, കയ്പ്, പക, പിണക്കം, ജാരശങ്ക, മദ്യപാനം, വെറിക്കൂത്ത്, ഇങ്ങനെയുള്ള പാപങ്ങൾ ഇന്ദ്രിയ അവയവങ്ങളാൽ ജയം പ്രാപിക്കാത്തവരാണോ? ആത്മസംയമനമില്ലാത്ത മക്കളാണ്. അവരുടെ ഹൃദയം പിശാചിൻ്റെ ആലയമാണ്. ഏത് സമയവും അവനിൽ പിശാച് കടന്നു വരുന്നതിന് യാതൊരു തടസ്സം. നോക്കിയിരിക്കാതെ സാത്താൻ കടന്ന് അവനെ പ്രകോപനം കൊണ്ടെന്ന്
അവൻ തകർന്ന് താളടിയാകുന്നത് കാണാൻ കഴിയും. അവൻ്റെ ചിന്ത അത് അനേകം പേർ ആത്മഹത്യയിലേക്കെല്ലാം പോകുന്നത് ഈ ആത്മസംയമനമില്ലാത്ത മനുഷ്യരാണ്. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം അവരെ ഭരിക്കുന്നത് സാത്താനാണ്. ദൈവ തിരുനാമം മാത്രമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആത്മസംയമനം ഉണ്ടോ എന്ന് ഓരോരുത്തരും ഇൻഡിവിജ്വലായി പരിശോധിക്കുക. ആത്മസംയമനം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ഹൃദയം പിശാചിൻ്റെ ആലയമാണ്. അത് മതിലില്ലാത്ത പട്ടണം പോലെയാണ്. ആർക്കും കയറി നിരങ്ങി തകർത്ത് കളയാൻ പറ്റും. അടുത്ത വാക്യം വെച്ചു. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ദൈവ തിരുനാമം മാത്രം മതി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആത്മാക്കളെ വിവേചിക്കാൻ പഠിക്കുമ്പോൾ ഇത്തരമായിരിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ആത്മസംയമനമില്ലാത്ത അനേകരെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കുടുംബം എപ്പോഴും പ്രകോപനവും പ്രലോഭനവും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവ തിരുനാമം മാത്രം മഹത്വം വെട്ടിക്കട്ടെ. നമുക്ക് അടുത്ത അനിൽ ബ്രദർ മ്യൂട്ട് ചെയ്യട്ടോ. അനിൽ ബ്രദർ മ്യൂട്ട് ചെയ്യുക. അനിൽ ബ്രദർ മ്യൂട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. റോമർ 6:19 ജഡത്തിൻ്റെ പ്രവൃത്തി. റോമർ 6:19 നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. കണ്ടോ, മനുഷ്യരീതിയിൽ പറയുക. ജഡത്തിൻ്റെ ബലഹീനത. ജഡത്തിൻ്റെ ബലഹീനതയിലാണ് ഈ സാത്താൻ മുതലെടുക്കുന്നത്. എന്നാൽ അങ്ങനെ ബലഹീനനായിരിക്കുന്ന നമ്മെ ബലവാനാക്കാനാണ് യേശു വന്നത്. അത് നമ്മൾ യേശുവിലേക്ക് തിരിയണം. യേശുവിലേക്ക് തിരിയാത്തവരെ തകർത്ത് കളയലാണ് സാത്താൻ്റെ പരിപാടി. ബലഹീനതയിൽ അവൻ മുതലെടുക്കും. എന്നാണ് തിരിച്ചറിയേണ്ടത്. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നമ്മെ നടത്തുന്ന പാട്ടുകാരൻ പാടിയത്. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ അനുദിനവും. ദൈവ തിരുനാമം മാത്രം. അപ്പോൾ ബലഹീനതയിൽ നമ്മെ ചൂഷണം ചെയ്യുന്നവനാണ് സാത്താൻ. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി. ഉണ്ടോ, ഇന്ന് നമ്മുടെ അവയവങ്ങളെ അനേകർ അധർമ്മത്തിന് വിട്ടുകൊടുത്തിരിക്കുക. അധർമ്മത്തിനും അശുദ്ധിക്കുമായി വിട്ടുകൊടുത്തിരിക്കുക. നമുക്ക് രൂപാന്തരം വേണം. ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേർക്കും രൂപാന്തരം വേണം. തമ്മിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ അധരങ്ങളെ അധർമ്മത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? അശുദ്ധിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടോ? അപ്പം അധർമ്മത്തിനും അശുദ്ധിക്കുമായി അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ
അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി. കണ്ടോ, അധർമ്മത്തിന് വിട്ടുകൊടുത്ത നമ്മൾ ഇനി അത് വിട്ടൊഴിഞ്ഞ് നീതിക്ക് അടിമയാകുക, വിശുദ്ധീകരണത്തിന് അടിമയാകുക. അശുദ്ധിക്ക് വിട്ടുകൊടുത്ത നമ്മൾ ഇനി വിശുദ്ധീകരണത്തിനും നീതിക്കും അടിമകളായി നമ്മെ സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ, നേരത്തെ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നു, നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. അപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു, കാരണം നിങ്ങൾ പാപത്തിന്റെ അടിമകളാണ്, പാപത്തിന് ദാസന്മാരാണ്. അപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരാണ്, കാരണം നീതിയുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇന്ന് നാം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാ, അപ്പോൾ പാപം ചെയ്താൽ പ്രശ്നമുണ്ട്. മറ്റൊരു പാപത്തിന്റെ ദാസന്മാരാണ്, അവരെ കർത്താവ് ഒന്നും നോക്കുന്നില്ല. ഇപ്പോൾ അവർക്കെതിരെ കർത്താവ് ഇപ്പോൾ ഒരു നടപടിയും എടുക്കുന്നില്ല. അവർക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന അവസാന സമയം വരെയും അവർക്ക് അവധി കൊടുത്തിരിക്കുക മനം തിരിഞ്ഞു വരാൻ. അതുവരെയും അവരെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ നീതിക്ക് വിശുദ്ധീകരണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയുള്ള നമ്മൾ, അതാണ് അധികം വായിച്ചത്. നിങ്ങൾക്കന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? നിങ്ങൾ ആ പാപത്തിന് അടിമകളായിരുന്നപ്പോ നിങ്ങൾക്ക് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. ഇപ്പൊ ഈ വചനം കേട്ടു തുടങ്ങിയപ്പോ നമ്മുടെ പഴയകാല ജീവിത രീതിയെ കുറിച്ചൊന്ന് പരിശോധിക്കുമ്പോൾ രൂപാന്തരം വന്നിട്ടുള്ളവർക്കെല്ലാം തന്നെ ഒരു ലജ്ജ തോന്നും. അതിന്റെ അവസാനം മരണമല്ലോ. അപ്പോ ആ പഴയ ആ രീതിയുടെ അവസാനം എന്താണ്? മരണമാണ്. എന്ത് മരണം? നിത്യമരണം. മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്നാൽ ഇപ്പോ ദൈവമക്കൾ എന്ന് പറഞ്ഞവർ നീതിക്കും വിശുദ്ധീകരണത്തിനും അടിമകളായി സമർപ്പിച്ചിട്ടുള്ളവർ. സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്, അപ്പൊ കർത്താവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി. ദൈവത്തിന് ദാസന്മാരായി. നേരത്തെ പാപത്തിന് ദാസന്മാരായിരുന്നു, നമ്മളിപ്പോൾ ദൈവത്തിന് ദാസന്മാരായി ആയിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാവും. കണ്ടോ, നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അവസാനം, അതിന്റെ അന്തം എന്താണ്? നിത്യജീവനുമാകുന്നു. ആമേൻ. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കാനും അവൻ രണ്ടാമത് വരുമ്പോൾ അവനോടുകൂടെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനുമാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ആദ്യകാലം പാപത്തിന് ദാസന്മാരായിരുന്നു. ഇനി നമ്മൾ എന്തായിരിക്കണം? നീതിക്ക് ദാസനാകണം. പാപത്തിന് ദാസനായിരുന്നിടത്തോളം കാലം നീതിയുമായി അവന് ബന്ധമില്ല, അവനെ കർത്താവ് ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ നീതിക്ക് ദാസനായി മാറിയ നമ്മൾ, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് എത്തിയ നമ്മൾ, ഇനി പാപം ചെയ്ത് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാൻ പാടില്ല. നമ്മളിപ്പോ നീതിക്കും വിശുദ്ധീകരണത്തിനും അതിന്റെ അന്തം നിത്യജീവനും യോഗ്യരായി മാറി. ആമേൻ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വീണ്ടും നമുക്ക് 2 കൊരിന്ത്യർ 2:10 നമുക്ക് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം. ഇപ്പോൾ ഒന്ന് നമ്മൾ കണ്ടെത്തി, നീതിക്ക് അടിമയായി മാറുക, വിശുദ്ധിക്ക് അടിമയായി മാറുക. വായിച്ചു. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കും. കണ്ടോ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് നിങ്ങൾക്ക് അതിനുള്ള മനസ്സ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എങ്കിൽ തിരിച്ചറിയുക, ഇപ്പോഴും നിങ്ങൾ പാപത്തിനും അധർമ്മത്തിനും അടിമയാണ്. അവൻ ആത്മസമയമില്ലാത്ത ഒരു പുരുഷനായി മാറുകയാണ്. എന്നാൽ ഇവിടെ പറയുക, നീ വല്ലതും
ക്ഷമിക്കുന്നുവെങ്കിൽ, നിന്റെ സഹോദരനോട്, നിന്നെ ഉപദ്രവിക്കുന്നവരോട്, നിന്നെ വെറുക്കുന്നവരോട്, നീ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയുന്നവർ ചിലത് നിന്നോട് ചെയ്യാത്തവരോട് ഇന്ന് നീ ക്ഷമിക്കുന്നുവെങ്കിൽ, വല്ലതും ക്ഷമിക്കുന്നുവെങ്കിൽ, വായിച്ചു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. കണ്ടോ, കർത്താവ് പറയുക, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നുവെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കും. ബാക്കി എങ്ങനെയാണ് നീ വായിക്കുക? അത് വായിച്ചു. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. കണ്ടോ, നിങ്ങൾ വല്ലതും ക്ഷമിച്ചാൽ അവനോട് ആര് ക്ഷമിക്കും? യേശു ക്ഷമിക്കും. യേശു ക്ഷമിക്കും. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ, ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിങ്കൽ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് പൂർണ്ണമായി അവണ്ണം ഒരു ക്ഷമാപണം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ വചനം കേൾക്കുന്നു, വല്ലതും ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാൻ കഴിയണം. നമ്മളെ വെറുക്കുന്നവരോട് ക്ഷമിക്കാനും കഴിയണം. ഇടതേ കർണത്തെ അടിക്കുന്നതിന് വലതേ കർണം കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഈ മനോഭാവത്തിലേക്ക്, കർത്താവിൻ്റെ ഈ താഴ്മയിലേക്ക്, വെളിച്ചത്തിലേക്ക് നമുക്ക് ഉയർത്തപ്പെടാൻ കഴിയണം. അങ്ങനെയെങ്കിൽ നമ്മൾ വല്ലതും ക്ഷമിച്ചാൽ കർത്താവ് അവനോട് ക്ഷമിക്കും. ആമേൻ. ഈ മനോഭാവം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതാ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇതിന് പരസ്പരം പ്രാർത്ഥിക്കണം. ഇതിന് തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ച് പ്രാർത്ഥിക്കണം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ദൈവ തിരുനാമം മാത്രമുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത മേഖലയിലേക്ക് പോകാം. അടുത്ത ആയത്തേക്ക് വായിച്ചു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവരുടെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഈ നാളുകളിലെ ക്ലാസ്സുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സാത്താൻ എങ്ങനെ നമ്മെ കീഴടക്കുമെന്നുള്ളത് വിവേചിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുക. എങ്കിലേ നമുക്ക് അവനെ ജയിക്കാൻ പറ്റുള്ളൂ. അവൻ കൊണ്ടുവരുന്ന എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പ്രകോപനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയണം. അവിടെയാണ് ആത്മാക്കളെ വിവേചിച്ച് ജയം പ്രാപിക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തിയിലൂടെ സാത്താൻ കടന്നു വന്ന് നമ്മെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് നേരെ പടവെട്ടാതെ ആ വ്യക്തിയെ നേടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവനിലുള്ള അല്ലെങ്കിൽ അവനിലുള്ള ഭൂതത്തോട് ശാസിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. അവനെ ശാസിക്കാനല്ല, അവനിലുള്ള ഭൂതത്തെ ശാസിപ്പാനുള്ള കൃപ എനിക്ക് നിങ്ങൾക്കും ലഭ്യമാകണം. പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ലാസ്റ്റ് വായിച്ചത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഈ മേഖല ശക്തമായി നമ്മൾ ധ്യാനിച്ച് പഠിച്ചാൽ സാത്താൻ ഒരിക്കലും നമ്മെ തോൽപ്പിക്കുകയില്ല. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പോൾ അവന്റെ തന്ത്രം അറിയണം. അവൻ തന്ത്രമായിട്ടാണ് നമ്മുടെ അടുക്കൽ വരുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ഉപയോഗിച്ചറിയുക. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ത്രോവാസിൽ വന്നപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാതിരുന്നിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലാകിയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കെദോന്യയ്ക്ക് പുറപ്പെട്ടു. മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തിയത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. തോൽപ്പിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ നാളുകൾ ഇന്നലെയും ഇന്നും ഒക്കെ പഠിച്ചത്. സാത്താൻ നമ്മളെ തോൽപ്പിക്കുന്ന വഴി നിഗളം, പിന്നെ കോപം, ടെംപ്റ്റേഷൻ, പ്രലോഭനം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പിന്നീട് നമ്മൾ കണ്ടത് ഇന്ദ്രിയാവയവങ്ങളുമേൽ ജയം പ്രാപിച്ചിട്ടില്ല എങ്കിൽ
അതായത് സെൽഫ് കൺട്രോൾ, അതിന്മേൽ ജയം പ്രാപിച്ചിട്ടില്ല എങ്കിൽ അവൻ നമ്മെ കീഴടക്കുന്നത് കാണാൻ കഴിയും. വീണ്ടും ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു പഠിച്ചു. വീണ്ടും നമ്മൾ പഠിച്ചത് ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനും നീതിക്കും അടിമകളാക്കി സമർപ്പിപ്പിൻ. എന്നിട്ട് വളരെ വ്യക്തമായി നമ്മൾ ലാസ്റ്റായി പഠിച്ചത് 2 കൊരിന്ത്യർ 2:10 എന്താണ്? നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നുവെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കും. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഇതാണ് നമ്മൾ ഇത്രയും സമയമായി നമ്മൾ പഠിച്ചത്. ഇനിയും ശുശ്രൂഷകളെക്കുറിച്ചുള്ള വേദഭാഗമാണ്. നമുക്ക് ഇത്രയും 1-2 കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. സാത്താൻ നമ്മളിലേക്ക് കടന്നു വരുന്ന 2 കാര്യങ്ങൾ വളരെ പെട്ടെന്നായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് ശുശ്രൂഷയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ശുശ്രൂഷ അത് പഠിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ധ്യാനം നടത്തി നമുക്ക് ശുശ്രൂഷ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് പഠിക്കുക. എന്നാൽ 2 വാക്യം വളരെ പെട്ടെന്ന് വായിച്ചു. 1 ജോൺ 3:10 ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ആരാണ് പിശാചിൻ്റെ മക്കൾ? നമുക്ക് ജയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ആരുടെ മക്കളാകണം? ദൈവത്തിൻ്റെ മക്കളാണ്. എങ്ങനെ ദൈവത്തിൻ്റെ മക്കളെയും പിശാചിൻ്റെ മക്കളെയും തിരിച്ചറിയാം? സഹോദരനെ അവിടെ വായിക്കാം. 1 ജോൺ 3:10 അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി പ്രവർത്തിക്കണം, സഹോദരനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവൻ പിശാചിൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് നീ വചനം കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ഉള്ളിനുള്ളിൽ സഹോദരനോട് പിണക്കമുണ്ടോ അവസാനിപ്പിച്ചോളണം. സഹോദരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും തമ്മിൽ സഹോദരങ്ങളാണ്. ഒരു അവിശ്വാസിയെ വെറുക്കണ്ട, അവൻ്റെ മടങ്ങിവരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവനെയും വെറുക്കണ്ട, ദൈവവിരുദ്ധം മാത്രം, അല്ലാതെ എല്ലാവരും സഹോദരങ്ങൾ തന്നെയാണ്. അവരോടുകൂടെ ആയി പോകരുത് നമ്മൾ, ദൈവനാമം മാത്രം മതി. 2ാമത്തെ കാര്യം നമുക്കറിയാം, സഹോദരനെ പായിക്കുന്നവൻ കള്ളനാവുന്നു, സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകനാവുന്നു, അവൻ്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാതെ കണ്ടില്ല ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട കാര്യം നീതി പ്രവർത്തിച്ചോളണം, സഹോദരനെ സ്നേഹിക്കണം, ഇല്ലെങ്കിൽ അവൻ പിശാചിൻ്റെ മകനാണ്. 2ാമത്തെ 1 പത്രോസ് 5:8-9 നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്നാലും അവിടെ പറഞ്ഞിരിക്കുന്ന നിർബന്ധനായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് 5:8-9 വാക്യം ഇതുണ്ടോ? നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. അപ്പോൾ നമ്മൾ എപ്പോഴും അവസാനമായി വായിച്ച് അവസാനിപ്പിക്കുക. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിർമ്മതരായി, നിർമ്മല മനസാക്ഷിയുടെ ഉടമയായിരിക്കുക. നിർമ്മതരായിരിപ്പിൻ. 2 ഉണർന്നിരിപ്പിൻ. സാത്താൻ കടന്നു വരാതെ എപ്പോഴും ഉണർവുള്ളവരായി, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഉണർന്നിരിക്കുക. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. നിങ്ങളുടെ പ്രതിയോഗി. ആരാണ് പ്രതിയോഗി? മനുഷ്യരാണോ? ലോകം മുഴുവൻ മനുഷ്യരെ പ്രതിയോഗിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്താണ്? ശത്രുവിന് പ്രതികാരം യഹോവയ്ക്കുള്ളത്. യഹോവ പ്രതികാരം ചെയ്യും. ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് പ്രതിയോഗി പിശാചാണെന്ന് തിരിച്ചറിയണം. ഒരു മനുഷ്യനോടും ഇന്ന് മുതൽ നിങ്ങൾക്ക് നേരെ പടവെട്ടുന്നുവെങ്കിൽ നിങ്ങൾ ആ മനുഷ്യനോടല്ല എതിർക്കേണ്ടത്, അവനിരിക്കുന്ന പിശാചിനെ കണ്ടെത്തി അതിനെ ശാസിക്കാനുള്ള അധികാരം, അഭിഷേകം കർത്താവിനോട് ചോദിച്ചു വാങ്ങണം. അവനെ പുറത്തുവരുത്തി കളയാനുള്ള അധികാരം, അഭിഷേകം ചോദിച്ചു വാങ്ങാം. നമുക്കത് മേടിക്കാം. നമ്മുടെ കുടുംബത്തിൽ കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നവരെ വീണ്ടെടുക്കാൻ, അവരിലുള്ള ഭൂതത്തെ തിരിച്ചറിഞ്ഞ് ആ പ്രതിയോഗിയെ ബഹിഷ്കരിക്കുവാൻ, ബന്ധിക്കുവാൻ, ശാസിക്കുവാനുള്ള
അധികാരവുമായി നമുക്ക് പുറപ്പെടാൻ കഴിയണം. അല്ലാതെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ ശാസിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അവനിലുള്ള അല്ലെങ്കിൽ അവളിലുള്ള ഭൂതത്തെ ശാസിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? വായിച്ചോ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് എങ്ങനെയാ വരുന്നത്? അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. കേട്ടോ, അവൻ ചുറ്റി നടക്കുകയാണ്. എവിടെയാ ഒരവസരമുള്ള ചാടിയ നമ്മുടെ ഉള്ളിക്കാർക്ക് അവൻ നമ്മുടെ വാതിൽക്ക് കിടക്കുകയാണ്. പിശാച് അവൻ നമുക്ക് ചുറ്റി നടക്കുകയാണ്. ദൈവത്തിൽ നാം മാത്രം. ഇപ്പോൾ ആരെ വിഴുങ്ങണ തിരിഞ്ഞുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞോ? ദൈവമക്കൾക്ക് ഈ കഷ്ടപ്പാടുണ്ടെന്ന്. ദൈവമക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഷ്ടപ്പാടാണ് ഈ പ്രതിയോഗിയായ പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും ജയം പ്രാപിക്കുക. ഹല്ലേലൂയ. അവിടെ നമ്മൾ അറിയാതെ വ്യക്തിപരമായ വ്യക്തിഹത്യ ചെയ്യും. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇന്ന് മുതൽ ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാതെ ആ വ്യക്തിയിലായിരിക്കുന്ന ദുരാത്മാവിനെ കണ്ടെത്തി ശാസിക്കാനുള്ള അധികാരം, അഭിഷേകം ദൈവത്തോട് ചോദിക്കുക. ദൈവ തിരുനാമം മാത്രം മഹത്വം ഇട്ടിരിക്കട്ടെ. പൂർണ്ണമായും ആ അധികാരം വേണം, അഭിഷേകം വേണം നമുക്ക്. എങ്കിലേ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയൂ. ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ അത് ചോദിച്ചു മേടിക്കാം. പ്രതിയോഗിയായ പിശാചിനെ പുറത്തു കടത്തിക്കളയാനുള്ള അധികാരം, അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സന്നിധിയിൽ നീ ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചത് പിശാച് നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ ഞങ്ങൾ അറിയാതിരിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെയാണല്ലോ കർത്താവെ നീ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്. അവൻ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന വഴി ഇന്ദ്രിയാവയവങ്ങൾ വഴി, ടെംപ്ടേഷൻ, പ്രലോഭനം, പ്രകോപനം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ള വാതിലുകളിലൂടെ, ഇന്ദ്രിയ അവയവങ്ങളിലൂടെ ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സഹോദരവർഗത്തിൽ ദൈവമക്കൾക്ക് ഇത്തരമായിരിക്കുന്ന പോരാട്ടമുണ്ട് എന്ന് അതിന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് ഐകമത്യപ്പെട്ട് യാചിക്കുക. ഞങ്ങൾക്ക് അതിന്മേൽ ജയമെടുക്കാൻ കഴിയണം. കർത്താവേ, ഈ പ്രകോപനങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകാതെ സാത്താനെ തിരിഞ്ഞ് ശാസിക്കാൻ, വ്യക്തിഹത്യ ചെയ്യാതെ സാത്താനെ തിരിഞ്ഞ് ശാസിക്കാനുള്ള അധികാരം, അഭിഷേകം കർത്താവേ നീ ഞങ്ങൾക്ക് നൽകണം. നിന്റെ അത്യന്ത ശക്തി അതിനായി ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവരെന്ന് ഞങ്ങൾ വിശ്വസിച്ച് സ്വീകരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ആരെ പേടിക്കേണ്ടു, ആരെ നമസ്കരിക്കേണ്ടു, ആരെ കുമ്പിടേണ്ടു? ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ഞങ്ങൾ സാത്താൻ്റെ പ്രലോഭനങ്ങളിലോ പ്രകോപനങ്ങളിലോ കുടുങ്ങിപ്പോകാതെ ഓരോ വ്യക്തിയിലുമുള്ള സാത്താനെ, അശുദ്ധാത്മാവിനെ കണ്ട് ശാസിക്കുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതിനുള്ള അധികാരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നരിയാണിയോളം പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ,
നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണം. ആത്മസംയമനം പാലിക്കാനുള്ള കൃപ നൽകണം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അഭിഷേകിച്ച് വചനത്താലുള്ള നിറവ് വേണം. വചനമായി മാത്രമല്ല, ശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, ബഹുനിശ്ചയം വേണം, അധികാരം വേണം. സാത്താനെ കീഴടക്കി, സാത്താനെ തോൽപ്പിച്ച് കർത്താവിനെ മഹത്വീകരിപ്പാൻ, ദേശത്തെ വീണ്ടെടുക്കുവാൻ, അഭിഷേകം സഭയെ വീണ്ടെടുക്കുവാൻ അത്യന്ത ശക്തി അതിനുവേണ്ടി ഞങ്ങൾ എപ്പോഴും നിർമ്മതരായി ഉണർന്നിരിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങളെ തന്നെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഭൂമിയോളം താഴ്ത്തി സമർപ്പിക്കുക. നിന്റെ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ബലമേകാൻ കഴിയുന്ന കർത്താവിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമല്ലേണമേ. ആമീൻ. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാറ്റിലും എന്നേക്കും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ ഓരോരുത്തരോടുകൂടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട്, ഞങ്ങളുടെ ഭവനങ്ങളിലെ എല്ലാ മക്കളോടും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരും കൂടി തലമുറയോട് ഇന്ന് നാളുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കർത്താവേ, വേഗം വരണം.